നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കാറുള്ളത്? നമുക്ക് അസുഖം വരുമ്പോഴാണ്. പണ്ടുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ലിവിങ് ലോങ് ആൻഡ് ഡൈങ് ഷോർട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിച്ച് കുറച്ച് കാലം മരിക്കുകയായിരുന്നു. ഇന്നുള്ള ആളുകളോ ഡൈങ് ലോങ് ആൻഡ് ലിവിങ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം ജീവിച്ച് ഒരുപാട് കാലം മരിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, തൈറോയിഡായി, ഇങ്ങനെ പോകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്ന് വില കൂടിയ ഡ്രസ്സ് മേടിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്? നമ്മുടെ ശരീരം മറക്കാനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് മറച്ചാൽ പോരെ. പക്ഷെ എന്തിനാണ് നമ്മൾ വില കൂടിയ ഡ്രസ്സ് ധരിക്കുന്നത്? നമുക്കൊരു ഗുഡ് ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ അതുപോലെ തന്നെ നല്ലൊരു കാറ് മേടിക്കുന്നത് എന്തിനാ? വില കൂടിയ കാറ് മേടിക്കുന്നത് എന്തിനാ? വലിയ വീട് വെക്കുന്നത് എന്തിനാ? ഒരു ഗുഡ് ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ പല ആളുകളുടെയൊക്കെ വീടുകളിൽ പശു, ആട്, ഇങ്ങനെ പോകുന്ന മൃഗങ്ങളൊക്കെ വളർത്തിയിട്ടുണ്ടാവും. ഇവർക്കൊക്കെ നമ്മൾ എന്താ തിന്നാൻ കൊടുത്തിരുന്നത്? പുല്ല്, വൈക്കോല്, പിണ്ണാക്ക്, ഇങ്ങനെ പോകുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഈ പശു നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, അല്ല നിങ്ങളെ വീട്ടിൽ എന്നും ഇതന്നെ ഉള്ളൂ എന്ന്? ഇല്ല. കാരണം എന്താ? ഒന്ന്, അവർ സംസാരിക്കില്ല എന്നുള്ളത്. പക്ഷേ സംസാരിക്കാത്തത് കൊണ്ട് അവർ കഴിക്കാതിരിക്കുന്നില്ലല്ലോ. കാരണം അവർക്ക് ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മുടെ ഭാര്യമാർ ഒരു 4 ദിവസം അടുപ്പിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി തന്നു എന്ന് വിചാരിക്കാം. 5-ാമത്തെ ദിവസം നമ്മൾ ഭാര്യയോട് എന്താ ചോദിക്കുക? എല്ലടോ എന്നും ഇതന്നെയാണല്ലോ ഇവിടെ ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ 100-ാമത്തെ വയസ്സിലും നമുക്കിഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നതിനാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഫസ്റ്റ്, പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. സെക്കൻഡ്, റെഗുലർ എക്സസൈസ് വേണം. തേർഡ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് വേണം. ഫോർത്ത്, നല്ല ന്യൂട്രീഷൻ വേണം, പോഷകം വേണം. ഈ പോസിറ്റീവായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ മതി, തടി നന്നാവും എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സത്യമാണോ സങ്കല്പമാണോ? സങ്കല്പമാണ്. സങ്കല്പമാണെങ്കിൽ നല്ലത് സങ്കല്പിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമുക്കൊക്കെ സ്കൂളിൽ പോകുന്ന മക്കളുണ്ടല്ലോ. ഈ സ്കൂളുള്ള അന്ന് കുട്ടികൾ എപ്പോഴാണ് എണീക്കാറുള്ളത്? അവർ പലപ്പോഴായിട്ട് പല തവണകളായിട്ട് നമ്മൾ വിളിച്ചുണർത്തേണ്ടി വരും. ഏതെങ്കിലും ഒരു കുട്ടി സ്കൂളുള്ള അന്ന് രാവിലെ എണീറ്റിട്ട് അമ്മേ അച്ഛ എനിക്കിന്ന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ച് വരുന്ന ഒരു മക്കളെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതേ കുട്ടികൾ തന്നെ സ്കൂളിൽ നിന്ന് ടൂർ പോകാറുണ്ടല്ലോ. ഈ കുട്ടികൾ ടൂർ പോകുന്ന സമയത്ത് ഇവരെപ്പോഴാണ് എണീക്കാറുള്ളത്? ഇവരെപ്പോഴാണ് ഉറങ്ങാറുള്ളത്? നിങ്ങൾ രാത്രി 10 മണിക്ക് റൂമിലേക്ക് നോക്കുമ്പോൾ കാണാം അവൻ്റെ റൂമിൽ ലൈറ്റൊക്കെ ഉണ്ടാവും. അവന് മിച്ചർ എടുത്ത് വെക്കുന്നുണ്ടാവും, മിഠായി എടുത്ത് വെക്കുന്നുണ്ടാവും, വെള്ളം എടുത്ത് വെക്കുന്നുണ്ടാവും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങളോട് പറയും ചെയ്യും, അമ്മ എന്നെ രാവിലെ 6 മണിക്ക് വിളിക്കണം കേട്ടോ എന്ന്. നിങ്ങളൊരു 5 മണിക്ക് എണീറ്റ് വരുന്ന സമയത്ത് അവൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും. അവനക്ക് എന്താ ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ വല്ല പ്രോട്ടീൻ പൗഡറോ അല്ല എനർജി ഡ്രിങ്കോ കലക്കി കൊടുത്തിരുന്നോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും അവൻ്റെ കൂട്ടുകാരനും ചേർന്ന് എൻജോയ് ചെയ്യുന്നത് സ്വപ്നം കണ്ട് അവനക്ക് ഉറക്കം വരാതിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വീടുകളിലൊക്കെ വല്ല കല്യാണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ ശരിക്കും ഉറങ്ങാറും ശരിക്കും ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ ഈ കല്യാണത്തിൻ്റെ അന്ന് വല്ല ക്ഷീണം ഉണ്ടാവാറുണ്ടോ നമുക്ക്? ഇല്ല. എപ്പോഴാണ് ക്ഷീണം വരാറ്? കല്യാണം കഴിഞ്ഞ് പുതിയ എണ്ണൊക്കെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തുടങ്ങും നമുക്ക് തലവേദന. കാരണം എന്താ? പിന്നെ നമുക്ക് നല്ല പ്രതീക്ഷകളില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വേണ്ടത് നമുക്ക് ശുഭാപ്തിയോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്, റെഗുലർ എക്സസൈസാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 1 hour to half an hour, ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. തേർഡ്, റെസ്റ്റ് ആൻഡ് സ്ലീപ്പാണ്. റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും നന്നായിട്ട് ഉറങ്ങാറുണ്ട്, ചില ആൾക്കാർക്ക് തീരെ ഉറക്കമില്ലാത്ത ആളുകളുണ്ട്. ഈ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ പലപ്പോഴും നന്നായിട്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാലും നേരം വെളുത്താലും നമുക്കൊരു ചെറിയ ക്ഷീണമൊക്കെ പോലെ ഉണ്ടാവും, പിന്നെയും ഉറക്കം വരുന്ന പോലെ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ?
നമ്മൾ ഉറങ്ങാറില്ല, നമ്മൾ ബോധം കെടാറാണെന്നുള്ളതാണ്. ഉറങ്ങുന്ന ആൾ ഉണരും, നമ്മളൊക്കെ ഉണരാറാണോ അതോ അലാം ഉണർത്താറാണോ? അലാം ഉണർത്താറാണ്. എന്നാൽ ഈ അലാം അടിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈയാണോ പൊന്താറ്, കണ്ണിൻ്റെ പോളയാണോ പൊന്താറുള്ളത്? ഞാൻ പറയും കൈയായിരിക്കും പൊന്താറുള്ളത്. കൈയിനേക്കാളും വെയിറ്റാണ് കണ്ണിൻ്റെ പോളയ്ക്ക്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ടൈമുമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ രാത്രിയിൽ എന്ത് ഭക്ഷണം കഴിക്കുന്നു, പല ആളുകളും രാത്രിയിൽ പോയിട്ട് അൽഫാമും പൊറോട്ടൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. അങ്ങേർക്ക് ശരിയായിട്ട് നല്ല രീതിയിൽ എണീക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നല്ല രീതിയിൽ എണീക്കാൻ പറ്റുമെന്നുള്ളത്. ഫോർത്ത്, നല്ല ന്യൂട്രീഷനാണ്, പോഷകം നമുക്ക് വേണം. നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോഷകം നോക്കിയിട്ടാണോ നമ്മളിന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്? അല്ല, നമ്മൾ കഴിക്കാറുള്ളത് ടേസ്റ്റ് നോക്കിയിട്ടാണ്. ഇന്ന് സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് തന്നെ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടി. രണ്ടാമത്, അവർ ടേസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം പലപ്പോഴും പല സ്ത്രീകൾ വൈകുന്നേരം 6 മണി ആയി കഴിഞ്ഞാൽ അവരുടെ ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എന്താ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അവർ രാത്രിയിൽ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് കറിപ്പാത്രം ഇങ്ങനെ പോയി തുറന്നു നോക്കും. മീൻകറി ബാക്കിയുണ്ട്, ദോശ ചൂടാം. ആലോചിച്ച് നോക്കൂ, നമ്മളെ വീട്ടിൽ സാമ്പാറാണ് ബാക്കിയെങ്കിൽ പിറ്റേ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നാവിന് മാത്രമേ ഉള്ളൂ. നാവിന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭക്ഷണത്തിനും ഒരു രുചിയും നമുക്കറിയില്ല. അപ്പോൾ ശരീരത്തിന് വേണ്ടത് പോഷകമാണ്, ന്യൂട്രീഷനാണ്. എന്താണ് ന്യൂട്രീഷൻ? ഒന്ന് മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. ഇതിനെക്കുറിച്ച് എലാബറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ടൈം. ബൈ.